കൊല്ലുവൻ സ്ഥലം പറയാൻ പോകും. സ്ഥലം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു ദൂരയാത്ര പോവാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കാശ്മീർ പോയതിനു ശേഷമുള്ള ഞങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു. അതായത് കഴിഞ്ഞ വർഷം കാശ്മീർ പോയ അതേ സമയത്ത് ഈ വർഷം ഞങ്ങൾ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ്. കാശ്മീരൊക്കെ പോലെ തന്നെ കാശ്മീരിനെക്കാട്ടി കുറച്ചുകൂടി എന്താ പറയുക ഒരു ഡിവൈൻ വൈബ് കിട്ടുന്ന ഒരു പ്ലേസിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഞങ്ങൾ കൊച്ചി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി കൊച്ചി സൗത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടോ. 12:50 ഞങ്ങൾ ട്രെയിന്. ഞങ്ങളങ്ങനെ കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. മാസ്താരം എത്രയാണ്? ഹലോ ഗൈസ്, നമ്മുടെ വ്ളോഗിൽ പണ്ട് കുറേ വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരാളാണ്. എന്താ കഴിക്കാറുള്ളത്? മീൽസ് വെച്ചോ അല്ലേ? ചോറ് 2 മീൽസ്. ഫിഷ് എന്താ ഉള്ളത്? കൊഴുവയില്ല? ഒരു കൊഴുവ. ഗോപി പറഞ്ഞപ്പോൾ തൊട്ട് കൊഴുവ ഞാൻ ഇന്നലെ ഗോപി എടുത്ത് ഗോപി വേണ്ട രാത്രി. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോലെ എങ്ങോട്ട് പോകേണ്ടത് പറഞ്ഞല്ലോ. പിന്നെ പോയാൽ ഞങ്ങളിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുള്ള കൊച്ചിയിൽ. ഇപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഉച്ചയ്ക്ക് 12:50 ഞങ്ങളിപ്പോൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നിൽക്കുക. അങ്ങോട്ട് പോകണം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പറയാം കേട്ടോ. ഇതെന്തുവാ ഇനി മേടിക്കാം. ചോറ് വന്നിട്ടോ. കണ്ടിട്ട് വലിയ മെച്ചമൊന്നുമില്ല തോന്നുന്നു. അങ്ങനെ പറയണ്ട, കഴിച്ചു നോക്കിയിട്ട് പറയാം. എന്താ ഫിഷ് കറി പീസൊക്കെ ഉണ്ട്. ഫിഷ് കറി ഇട്ടു. 3 ലെയർ വെക്കടൊക്കെയുണ്ട്. ഈ ഫിഷ് കറി മാത്രം കൂടി കഴിക്കണം. എല്ലാം അറിയാം. ഫിഷ് കറി നല്ല. ഞങ്ങളിപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഞങ്ങൾ ട്രെയിൻ എത്താനായി. അപ്പോൾ നമുക്ക് വേഗം പോകണം. നമ്മളങ്ങനെ ടാസ്കുകളൊക്കെ തീർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിട്ടോ. ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളായിപ്പോയി. ഇപ്പം ഇനിയിപ്പോൾ 12:50 നമ്മൾ ട്രെയിൻ വരും. എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ട്രാക്ക് ചെയ്തപ്പോൾ നേരെ കിടക്കുക. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഒടുവിൽ വന്നല്ലേ ഞങ്ങൾ ട്രെയിൻ എത്തി ഗൈസ്. ട്രെയിൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആട്ടോ. എന്നാൽ ചൂടെടുത്ത് വേർത്തിട്ട് ഒരു രക്ഷയില്ല. ആകെ വേർത്ത് വിളിച്ചു. ഇനിയിപ്പോൾ AC കയറി ഇരുന്ന് കഴിഞ്ഞാലൊന്നും സമാധാനമുള്ള. വേർപ്പൊന്നും മാറണം. നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാണ്ട്. എല്ലാം മിസ്സായി. എല്ലാം നമ്മൾ മറന്നുപോയി. മറന്നുപോയതല്ല, നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ കയറി കഴിഞ്ഞാൽ സുഖം. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തി ഗൈസ്. ട്രെയിനിലേക്കല്ലേ? ഇത് കൂടെ എൻ്റെ ആളിയ 61 ഇവിടെ ഇതാ ഇവിടെ 61 ഇതാണ് നമ്മുടെ 61 62 നമ്മുടെ സീറ്റാണ്. നല്ല എളുപ്പം കേട്ടോ അല്ലേ? ചില്ല് ഫുൾ ചിൽ വൈബാണ്. സെറ്റായി. ഇനിയിപ്പോൾ ഒന്ന് വേഗം കൊടുത്ത് ലഗേജ് കൊടുത്ത് സെറ്റ് ചെയ്ത് വേണം. ഏകദേശം അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു. ഇവിടെ അടുത്ത സീറ്റുള്ള ആരും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം പറയാൻ പോകും. സ്ഥലം ഞങ്ങൾ പോകുന്നത് UK യെസ്. ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ ട്രെയിനിൽ വരുന്നത് നമുക്ക് ഇവിടുന്ന് 3rd AC ടിക്കറ്റ് എടുത്തിട്ട് UK പോയിട്ടോ. ഇതിവിടെ വേറെ ആർക്കും അറിയില്ല. അതിൻ്റെ ഇങ്ങനെ എളുപ്പത്തിൽ പോകുന്ന കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പോകുന്നത് ഉത്തരാഖണ്ഡാണ്. നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസാണ്. മറ്റേ ഹരിദ്വാർ, ബദരിനാഥ്, കേദാർനാഥ്
എല്ലാം കണ്ട് ശാന്തിയായിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയായി. ഇന്നിപ്പോൾ ഉച്ച ഒരു 12:30 1 മണി കഴിഞ്ഞ് 1:15 ഇതിപ്പോൾ എന്നെത്തി ട്രെയിൻ? ട്രെയിൻ 48 ആണ്. അതായത് മറ്റന്നാൾ വൈകുന്നേരം 1 മണി. ഞായറാഴ്ച 1 മണിയാകുമ്പോഴേ ഞങ്ങൾ ഋഷികേശ് എത്തുള്ളൂ. കാരണം നമുക്കൊരു ഡയറക്റ്റ് ട്രെയിൻ അല്ലേ. ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുള്ള ട്രെയിൻ കേട്ടോ. ഞങ്ങൾ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് വഴി പറഞ്ഞുതരാം. ഞങ്ങൾ ആക്ച്വലി ഇന്ന് വരാൻ പറ്റുന്നേ പ്രതീക്ഷയില്ല. കാരണം നമ്മൾ മിഞ്ഞാന്ന് ട്രെയിൻ ടിക്കറ്റ് നോക്കി നമുക്ക് കിട്ടിയില്ല. ഇന്നലെ ട്രെയിൻ ടിക്കറ്റ് നോക്കി നമ്മൾ ബുക്ക് ചെയ്യാൻ നേരത്ത് സൈറ്റ് ഫുള്ള് ഹാങ് കേട്ടോ. സൈറ്റ് ഫുള്ള് ഹാങ് വെച്ചാൽ ഫുൾ ഹാങ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തേർഡ് AC ടിക്കറ്റ് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തത്കാല വെയിറ്റിംഗ് ലിസ്റ്റ് 10-9 ആയി. നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ല. എന്നിട്ട് നമ്മൾ സെയിം ട്രെയിനിൽ നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്ത് കൂടാണ്ട് വേറൊരു ട്രെയിനിൽ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടു. കാരണം ക്യാഷ് എന്തായാലും റീഫണ്ട് കിട്ടുമല്ലോ. എന്നിട്ട് രാവിലെ നോക്കുമ്പോൾ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് AC ടിക്കറ്റ് തന്നെ കൺഫേം ആയിട്ടുണ്ടായി. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ വരെ നല്ല കംഫർട്ടായിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഇന്നലെ 1 മണിക്ക് കയറി. ഇന്ന് 10 സമയത്തായി 11 കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ പിറ്റേ ദിവസം രാവിലെ 11 മണിയായി. ഇപ്പോൾ പൻവേൽ കഴിഞ്ഞു. ഇപ്പോൾ നോർമലി നമ്മൾ പണ്ടൊക്കെ വരുമ്പോൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ മലയാളി ഹോട്ടലിൽ നിന്ന് ഫുഡായിട്ട് വരലുണ്ട്. ഞങ്ങൾ ഒരുപാട് ഓടി നോക്കി, എവിടെയും കിട്ടിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ബോഗി പറയാൻ ഫ്രണ്ടില്ല. അതുകൊണ്ട് മെയിൻ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് എപ്പോഴും നിർത്താം. ബാക്കോട്ട് പോകാന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം 5 മിനിറ്റൊക്കെ ട്രെയിൻ നിർത്തുള്ളൂ. ചേട്ടൻ കുറേ നേരം ഓടിപ്പോയി. പിന്നെ ഞാൻ കിട്ടി. അത് ചോറല്ല, വടാപ്പാവ് കഴിച്ചിരിക്കുക. ഇനിയിപ്പോൾ ട്രെയിനിൽ നിന്ന് ഫുഡ് വിശന്ന് മേടിച്ച് കഴിക്കണം. നമ്മളിനി എത്തുമ്പോൾ നാളെ ഉച്ചയ്ക്ക് 1 മണി അല്ലേ? നാളെ ഉച്ചയ്ക്ക് 1 മണിയാവില്ലേ? നാളെ ഉച്ചയ്ക്ക് 1 മണി 1:30 ആവും. ഉച്ചയ്ക്ക് ഫുഡ് മേടിക്കുകയാണെങ്കിൽ ട്രെയിനിലെ ഫുഡ് ഞാൻ കാണിച്ചു തരാം. മാറ്റങ്ങളൊന്നുമില്ല, വർഷങ്ങളായി ഒരേ സാധനം. അണ്ട ബിരിയാണി അതന്നെ. നമ്മളെന്താ ഓർഡർ ചെയ്തേക്കണേ? ഓർഡർ ഇല്ല, ചിക്കൻ ബിരിയാണി. അതെ, സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ചിക്കനോട് ഞങ്ങൾ ഇപ്പോൾ ചിക്കൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട്. 150 160 30 സോറി 130. രണ്ടും കൂടി 260 രൂപ കൊടുത്തു. സ്പെഷ്യൽ മലബാറി ഒന്നുമല്ല. പറ്റിച്ചോ? ചിക്കൻ ഇല്ലേ? കിട്ടുമോ? ചിക്കൻ ഇല്ലേ? ഇല്ല. ഓടാ, വെറുതെ 10 റുപ്യല്ലേ വ്യത്യാസമുള്ള മുട്ടയെന്ന്. ചിക്കൻ ഉണ്ട്, ചെറിയ കഷ്ണം ഉണ്ട്. ഉണ്ടോ? രസമുണ്ടല്ലേ? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഉപ്പുണ്ട്. ആ മാത്രം ടേസ്റ്റ് ആയിട്ടുള്ളൂ. ട്രെയിനിൽ ഫുഡിന് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും സെയിം തന്നെയാണ്. ഇത് വേറെ ഓപ്ഷനില്ല. അപ്പോൾ കഴിക്കണം, നല്ല ഇഷ്ടമുണ്ട്. ഇന്നലെ രാത്രി വൈകുന്നേരം സമൂസ കഴിക്കാം. ഇപ്പോൾ വൈകുന്നേരമായിട്ട് 5:05 ട്രെയിൻ എവിടേക്കോ എത്തിയിട്ടുണ്ട്. എൽബിനാണ് ചത്തുറക്കം. വൻ സ്ലിപ്പിങ്. നല്ല രസമുണ്ട് കേട്ടോ. പുറത്തൊക്കെ മൊത്തം കൃഷിയാണ് കാണുന്നത് കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ 45 മണിക്കൂറിൽ ട്രെയിൻ യാത്ര കഴിയാറായി. ഇന്നിപ്പോൾ രാവിലെ 10:30 ഞങ്ങൾ 12:30 ആകുമ്പോൾ ഹരിദ്വാർ എത്തും. നമ്മൾ ഋഷികേശിലേക്ക് ടിക്കറ്റ് എടുത്തേ. പക്ഷേ ഹരിദ്വാർ പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് അറിയാവുന്നവരൊക്കെ പറഞ്ഞത്. നമ്മൾ 12:30 ആകുമ്പോഴത്തേക്കും ഹരിദ്വാർ പോകും. ഇതുവരെ പോകാത്ത സ്ഥലമാണ്. എങ്ങനെയാണ് ഏതാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ വഴി പറയാം കേട്ടോ. ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയായ. ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് കാലിയായി. ഞങ്ങളുടെ സീറ്റ്. പിന്നെ ഞങ്ങൾ ഈ വന്ന ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ഡൽഹിക്കാണ് ടിക്കറ്റ് നോക്കിയത്. പിന്നെ ആ സമയത്ത് ഋഷികേശിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ കണ്ടപ്പോൾ നമ്മൾ നേരെ ബുക്ക് ചെയ്യുന്നു കേട്ടോ. അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഉള്ളൂ ഡയറക്റ്റ് ഋഷികേശിലേക്ക് ട്രെയിനിൻ്റെ പേര് വരുന്നത് യോഗനഗരി ഋഷികേശ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ്. വെള്ളിയാഴ്ചയാണ് ഈ ട്രെയിൻ. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കയറുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 12:50 എറണാകുളത്ത് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഋഷികേശിലേക്ക് വരുന്നവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ട്രെയിൻ ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. കാരണം ഡൽഹിയിൽ പോയി നമ്മൾ അവിടെ നിന്ന് മാറി കയറിയാൽ നമുക്ക് കുറേ എക്സ്പെൻസ് കൂടുതൽ വരും. ആ എക്സ്പെൻസ് നമുക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ലാഭിക്കാൻ പറ്റും. ഹരിദ്വാർക്ക് എത്താനായപ്പോഴത്തേക്കും ഫുൾ നേച്ചർ പരിപാടിയൊക്കെ ഫുൾ മാറിയിട്ടോ. ഫുൾ 2 സൈഡിലും കൃഷിയും കാര്യങ്ങളും.
അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹരിദ്വാറിൽ ഇറങ്ങുകയാണ്. ബാഗ് എടുത്ത് സെറ്റായി. ബാഗ് ഒന്ന് പൊടിയൊക്കെ തട്ടൽബി. ഓ മൈ ഗോഡ്, നല്ല പൊടിയുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയത് ഭണ്ഡാരം. അങ്ങനെ നമ്മളിനിപ്പോൾ ഹരിദ്വാർ എത്താൻ ആകെ 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഫൈനലി 2 ദിവസത്തെ ട്രെയിൻ ജേണിക്ക് ശേഷം നമ്മളിതാ ഹരിദ്വാറിൽ ആദ്യമായില്ലേ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഹരിദ്വാറിൽ കാലത്താ പോട്ടോ. വെരി എക്സൈറ്റഡ്. ഹരിദ്വാറിൽ ആദ്യമായി കാലുകുത്തിയ ആള് ഞാനല്ല, പക്ഷേ വെരി വെരി എക്സൈറ്റഡ്. പിന്നെ സൂപ്പർ ഹാപ്പി, വെരി സാറ്റിസ്ഫൈഡ്. ഈ ട്രിപ്പിൽ ഞങ്ങളുടെ രണ്ടുപേർ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഉത്തരാഖണ്ഡ് ആദ്യമായിട്ടാ. അതായത് ഇതുവരെ വഴിക്ക് ഞങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് അത്ര എക്സൈറ്റഡാ. ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ, ചിന്തിച്ച കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അല്ല എങ്ങനെയാന്നുള്ളതൊക്കെ ഇനി ദിവസങ്ങളിൽ ഞങ്ങൾ കാണിച്ചു തരാം. പ്ലാൻ ചെയ്ത സ്ഥലത്ത് പോലെ അതെ, ഞങ്ങൾ ആക്ച്വലി ഋഷികേശ് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഋഷികേശിന് മുമ്പ് പിന്നെ ഹൈദരാബാദ് ഇറങ്ങി, ഹരിദ്വാർ ഇറങ്ങി. ഹരിദ്വാർ വായിൽ വരൽ കഴിച്ചു. അപ്പോൾ ഇനി ഞങ്ങളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഹരിദ്വാർ തന്നെ റെസ്റ്റ് ചെയ്യും. ഞാൻ ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. ഞാനിപ്പോൾ എന്തായാലും ഹോട്ടലിൽ എത്തിയിട്ട് ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അത്യാവശ്യം വലിയ സ്റ്റേഷനാണ് കേട്ടോ, ഭയങ്കര ക്രൗഡഡ് അല്ല. നമുക്ക് പുറത്ത് പോയിട്ട് നല്ലൊരു ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിട്ടോ. എടാ നൈസൊരു ഹോട്ടലൊക്കെയാണ് അവിടെ. ഇതൊക്കെ നമ്മുടെ ട്രെയിനിൻ്റെ ഒരു ബോഗിയുടെ ലുക്കിൽ അത്യാവശ്യം പ്രീമിയം ആയിട്ടോടാ. അത് ആണോ, മൾട്ടി കിച്ചണാ, കൊള്ളാല്ലേ. വേറെ നെയ് ചെയ്യാം ഭയ്യ. നമ്മളെ ഇപ്പം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടില്ല ഇവിടെ. ഡൽഹിയിലത്തെ എത്ര ഓട്ടോക്കാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഡൽഹിയിലെ വെറുപ്പിച്ച് കൈ തരും. ആ ഇനി ഇവിടെ എന്തൊക്കെ കിട്ടും, ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കൂട്ടോ. നമ്മളെന്തായാലും ഇന്ന് ഫുള്ള് ഇവിടെ റിലാക്സ് ചെയ്തില്ലേ, ഹരിദ്വാർ ചില്ല് ചെയ്ത് ഇവരെ വെറുപ്പിച്ചിട്ട്. പിന്നെ സൈക്കിൾ റിക്ഷ ഉണ്ട് കേട്ടോ. അത് പിന്നെ ഈ ഏരിയയിൽ എവിടെ വന്നാലും ഉണ്ട്. അല്ല കൊല്ലുവൻ വിശക്കുന്നുണ്ട്. ആദ്യം നല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഇവിടെ ഓട്ടോ മാത്രമല്ല, ബസ്സൊന്നും ഇല്ല കേട്ടോ. വയ്യ ഇടിച്ചു കൊല്ലല്ലോ വയ്യ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിക്കുന്നത്. മട്ടറൊക്കെ പറയാടാ. അതന്നെ മട്ടർ. നീ എന്താ മട്ടനോ? നമ്മളിവിടെ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ കയറി കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കണ്ടിട്ട് നല്ല വൃത്തിയുണ്ട്. ഞാനങ്ങനെ ആലു പൊറോട്ടയും ഇതിന് പൂരി സബ്ജി മേടിച്ചിട്ടോ. ആലു പൊറോട്ടയും ചെറിയ പീസ് അച്ചാറും ഇതെന്നെ ഫേവറേറ്റ് ആട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകും. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. 250 രൂപയെ. ഇവിടെ നല്ല അടിപൊളി ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കൃഷിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വൃത്തിയല്ലേ എൽബി, നീറ്റല്ലേ ടൗണൊക്കെ അല്ലേ. ഡൽഹി പോലെ നിലത്ത് നോക്കി നടന്നതിൽ പെടുന്നുള്ള സീനൊന്നുമില്ല കേട്ടോ. ആ അല്ലേ, റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡ് തന്നെ നോർമലി ഏറ്റവും കൂടുതൽ വൃത്തി. അതെ, ഇവിടെ എന്താ പുള്ളിയെടുത്ത് ബർക്കി എന്തോ. ഇവിടെ എന്തൊക്കെയാ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കേട്ടോ. കാരണം നമ്മൾ ഇതുവരെ വരാത്തതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല. ഹോട്ടലാ അവിടെ അത്ര ഉള്ളൂല്ലോ ആ കണക്കാൻ. ഞങ്ങളുടെ ഹോട്ടൽ ആക്ച്വലി ബാക്കിലാണ്. ഞങ്ങളൊരു വൈബ് പിടിച്ചാണ് നമ്മൾ കുറച്ച് മുമ്പിലേക്ക് പോയി. അല്ല പഠിച്ചോനെ, യുമാർക്കാണ് സൗണ്ടും ഇല്ലല്ലേ. ഇപ്പോൾ ഹോട്ടലിൽ കയറി ചെക്കിനായിട്ട് വേണം ഒന്ന് റെസ്റ്റ് അടിക്കാനൊന്നുമില്ല, ഒന്ന് കുളിക്കണം. അതെ, ബാഗ് വെക്കണം. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങും പയ്യെ. ഇത് ഇവിടുന്ന് ഷോപ്പിംഗ് സ്ട്രീറ്റ് ആട്ടോ, നമ്മൾ ഡൽഹിയിലെ കാണുന്ന പോലെ. പക്ഷെ ഇവിടെ പിന്നെ കുറച്ച് ഭക്തിസാന്ദ്രമായ സ്ഥലമാണ്. പിന്നെതാ റെൻ്റെ കാറ്, റെൻ്റെ ബൈക്സ് പരിപാടിയൊക്കെ ഉണ്ട്. ഈ പുള്ളി എന്താ കൊണ്ടിരുന്നത്? ആപ്പിളിൻ്റെ മറ്റേ സൺഡിൻ്റെ പേരെന്തായിരുന്നു? നമ്മുടെ നാട്ടിലൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കണേ. ഇതിൻ്റെ പേരറിയുന്നൊരു കമൻറ്റ് ചെയ്യണേ. അല്ലല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നത് കോഴിക്കോടൊക്കെ. അടുത്ത ചോക്ലേറ്റ്സ്. ഓ നല്ല ചോക്ലേറ്റ്. എടാ മറ്റേ ഇത് തന്തൂരി ഇതില്ലേ ചായ, അതുണ്ട്.
ഈ റോഡ് കൊള്ളാം അല്ലേ എടാ? ആ നല്ല നീറ്റ് ആൻഡ് ക്ലീനാ. അതന്നെ വലിയ കിട്ടല. കഴിഞ്ഞ് ഞങ്ങൾ റൂം എടുത്തു. ഞങ്ങൾക്ക് 650 രൂപ ആയതിട്ട് റൂമിന്. ഇതാണ് ഞങ്ങളുടെ റൂം. അയ്യോ ലൈറ്റ് ഇല്ലേ? 600 ലൈറ്റ് ഇല്ലേ ഗൈസ്? പുറത്ത് അവർ ഓടാൻ പറ്റാണോ? ലൈറ്റ് ഇല്ലേ? പുറത്തിട്ടാണ് കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ ഇന്നൊരു ദിവസം ജസ്റ്റ് ഓക്കെ ജസ്റ്റ് ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. ബാത്റൂമൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ 2 ദിവസം യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹരിദ്വാറിലെത്തി. ഇതുവരെയുള്ള ഒരു ഇംപ്രഷൻ വെച്ചിട്ട് ഭയങ്കര പീസ്ഫുൾ സ്ഥലമാണ്, വൃത്തിയുള്ള സ്ഥലമാണ് അത്യാവശ്യം ഡൽഹിനെ വെച്ച് നോക്കുമ്പോൾ. കാരണം റൂം എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വെച്ച് അതിൻ്റെ ആണ് ഹരിദ്വാറിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ കാണാൻ പോകുന്ന അടുത്ത വീഡിയോയിലേക്ക്. അപ്പോൾ അതുവരെയും ബൈ.